ഇന്ന് നമുക്ക് നല്ലൊരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ. കിഡിലൻ ഡെസേർട്ടാണ്, ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വലിയൊരു ഗ്ലാസ് അളവിലാണ് ഇവിടെ പാൽ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 2 മാങ്ങ, അത്യാവശ്യം വലിപ്പമുള്ള 2 മാങ്ങയുടെയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ചവ്വരി, കുറച്ച് കസ്കസ്, കുറച്ച് ബദാം, അതേപോലെ തന്നെ കുറച്ച് പിസ്തയുടെയും ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കസ്കസ് കുറച്ചൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ജ്യൂസും ഡ്രിങ്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ കസ്കസ് അങ്ങനെ കുതിർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യ സമയത്ത് വേഗം എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പാൽ ആദ്യം തന്നെ ഒന്ന് തിളപ്പിച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ പാൽ ഇതിലോട്ട് ഒഴിക്കാം. ഇതേ അളവിൽ തന്നെ ഒരു 1/2 ഗ്ലാസും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാൽ തിളയ്ക്കുമ്പോഴേക്കും തന്നെ ഞാൻ കുറച്ച് കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് ഞാൻ ഇവിടെ കസ്റ്റേർഡ് പൗഡർ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ കോൺഫ്ലവറൊക്കെ ആണെങ്കിലും മതി കേട്ടോ. അപ്പം നമ്മുടെ പാൽ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കസ്റ്റേർഡ് പൗഡർ ഒന്ന് ഇളക്കിയെടുത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. നമുക്കൊന്ന് വേഗം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഞാനത് തണുപ്പിക്കാനായിട്ട് വയ്ക്കട്ടെ. അപ്പോഴേക്കും തന്നെ നമ്മുടെ ചവ്വരി നമുക്കൊന്ന് വേവിക്കാനായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ അതിലോട്ടൊരു 3 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 ഗ്ലാസ് അളവിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചവ്വരി ആദ്യം തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അത്. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ കേട്ടോ അത്. അപ്പോൾ അത് നമ്മുടെ ചവ്വരി നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നമ്മുടെ ചവ്വരി വിട്ട് വരാനൊക്കെ ആയിട്ട് ഭയങ്കര ഒട്ടലാണല്ലോ. അപ്പോൾ കുറച്ച് നമുക്ക് പച്ചവെള്ളം ഒന്നുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചവ്വരി ഒന്ന് തണുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറൊന്നും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മാങ്ങയുടെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പാല് നന്നായി തണുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പകുതിയോളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ മാങ്ങ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങ നല്ല മധുരം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇത് അവിടെ നിന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് വരെ വേണ്ടുള്ളൂ കേട്ടോ ഇനി. അപ്പം ഞാൻ ഇവിടെ ഒന്ന് കറക്കിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഡ്രിങ്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ സാഗോ ആണെങ്കിലും അതേപോലെ തന്നെ കസ്കസൊക്കെ ഓൾറെഡി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മാങ്ങയുടെ പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്കൊന്നോ കടിക്കാനായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. അതങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കസ്കസ് കുതിർത്തതും കൂടി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചവ്വരിയും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് ഒരെണ്ണം ഏതെങ്കിലും ഒന്നാണ് താല്പര്യമുള്ളതെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിച്ചതിന് ശേഷം എടുത്ത കിഡിലൻ ടേസ്റ്റ് കേട്ടോ. ആ തണുപ്പോടുകൂടി കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്. അത് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാങ്ങയുടെ സീസണാണ്, എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.